രോഹിത്തേട്ടാ, അമൃത ടി വിയിലെ ഒരു പരിപാടിയിൽ ആങ്കറും അതുപോലെ തന്നെ ഗായികയായ മഞ്ജരിയും കൂടി ഒരു കണക്ക് പറയുന്നുണ്ട്. സർക്കാർ കൊടുത്ത വീടുകളുടെ കണക്ക് 2599 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്ക് പറയുന്നുണ്ട്. കേട്ടാ പറഞ്ഞു പഠിപ്പിച്ചാണെന്ന് പറയേയില്ല, അത്രയ്ക്ക് നാച്ചുറലായിട്ടുണ്ട്. അപ്പോൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇത്രയും പഠിക്കാനൊക്കെ. ഇല്ല, മറ്റേ ഈ വലിയ സ്റ്റുഡിയോ ഫ്ലോറുകളിലൊക്കെ, ന്യൂസ് ഫ്ലോറുകളിലൊക്കെ നോക്കി വായിക്കാൻ പ്രോംപ്റ്റർ വെക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള സ്റ്റുഡിയോകളിലും പ്രോംപ്റ്റർ വെച്ചിട്ടായിരിക്കും കണക്ക് വലുതായിട്ട് എഴുതി കാണിക്കുമായിരിക്കും. എനിക്കിത് ചിരി വന്നു. ഇപ്പം മഞ്ജരി, ഓക്കെ, മഞ്ജരിയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ പാർവതി എന്ന് പറയുന്ന അവതാരികയാണ് ആ പരിപാടിയുടെ അവതാരിക. ഈ കുട്ടി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് വളർന്നു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി ഏത് റേഞ്ച് വരെ ചിന്തിക്കും എന്നുള്ളത് അവരുടെ വീഡിയോകളും ഇൻ്റർവ്യൂകളും കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം ഞാൻ ഉദാഹരണം പറയും, ഇപ്പം മേഘയുടെ ഒരു കേസ്, മേഘയുടെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. മേഘ ഒരു ചർച്ച എടുക്കുമ്പോൾ ചിരിച്ച പ്രശ്നമാണ് ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ. ഇപ്പോൾ അപ്പുറത്ത് പൊളിറ്റിക്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പൊളിറ്റിക്സിൽ കുറച്ച് റെഫർ ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ചില കണക്കുകളൊക്കെ, എന്നാൽ പോലും ഈ കണക്കുകളൊന്നും ഓർത്ത് വെച്ച് പറയാറില്ല. അത് എന്നോട് ചോദിക്കും. ഇപ്പം എനിക്ക് ചില സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ 140 150 നിയോജകമണ്ഡലം എണ്ണെന്ന് പോലും മനസ്സിൽ, കാരണം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് 140 നിയോജക മണ്ഡലങ്ങൾ, അതിൽ 99 LDF, ബാക്കി 41 UDF. അതിലിപ്പോൾ ഇത് അവസാനം PV അൻവർ പോകുമ്പോൾ 99 98 ആകുന്നു എന്നൊക്കെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളൊരു ചർച്ച എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിനകത്ത് ഈ കണക്കത്ത് ശരിയാവോ, തെറ്റാവരുത് എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. അവിടെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, ന്യൂസുമായി യാതൊരു വിധമായ ബന്ധവുമില്ലാത്ത പൂക്കി ഇൻ്റർവ്യൂകൾ മാത്രം എടുത്തിരുന്ന ഒരു കുട്ടി, പൂക്കി അവതാരകയായി വരുന്നൊരു കുട്ടി, പൂക്കിയായി തന്നെ അവതരിപ്പിക്കുന്ന വളരെ, എനിക്ക് ആ കുട്ടിയെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ചിരിച്ച് പൊട്ടത്തരമൊക്കെ പറഞ്ഞ് ആടിക്കൊഴഞ്ഞ്, ഐ മീൻ കുറ്റമായിട്ടല്ല പറഞ്ഞത്, അതൊരു മോശം സ്റ്റേറ്റ്മെൻ്റ് അല്ല, നല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ആടിക്കൊഴഞ്ഞു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഫ്രീ ആക്കി അയാളുടെ വൈബിലേക്ക് എത്തിച്ച് സംസാരിക്കുന്ന നല്ലൊരു അവതാരക എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് പാർവതിക്ക് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാകുന്നു. അതിനുശേഷം അതെ അതെ ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട്, ഐ മീൻ പൊട്ടത്തരം കാണിച്ച്, അത് കാണിക്കാൻ വേണ്ടി കാണിക്കുകയാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ട്, ഞാൻ കുറ്റം പറയുന്നത്, അതായത് അയാളുടെ രീതി ആയിരിക്കും, എനിക്ക് അയാളെ അറിയില്ല വ്യക്തിപരമായിട്ട്. പക്ഷെ ആ കുട്ടി ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിലെ പിന്നെ അവതാരകയായി വരുന്നു, റിയാലിറ്റി ഷോകളുടെ മെയിൻ ആങ്കറായി മാറുന്നു. ഈ സമയത്ത് എന്തോ എനിക്ക് വ്യക്തിപരമായ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാവില്ല. ആ കുട്ടിയുടെ അവതരണത്തോട് എനിക്ക് യോജിപ്പില്ല, വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. ഇപ്പം മോഹൻലാലിന് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും, മമ്മൂട്ടി ഇഷ്ടമില്ലാത്ത. അതുപോലെ തന്നെ ഒരു അവതാരക, ആ കുട്ടിയുടെ അവതരണ ശൈലിയോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇപ്പം രഞ്ജിനി ഹരിദാസോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മഞ്ജരിയോ അല്ലെങ്കിൽ അങ്ങനെ എത്രയോ പേരുണ്ട്, പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് പേര്. ഇവരൊക്കെ വന്ന് നിന്ന് സ്ക്രീനിൽ, റിമി ടോമി, ഇവരൊക്കെ സ്ക്രീനിൽ വന്ന് നിന്ന് ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ അശ്വതി ശ്രീകാന്ത് ഒക്കെ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്, അത് കണ്ടിരിക്കുന്നത്. ഇതില്ല, ഇത് ഭയങ്കര ഡൗൺ ആവുകയാണ്. ഈ കുട്ടിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഡൗൺ ആവാം. മാത്രമല്ല ഈ പാനലിസ്റ്റുകളായിട്ട് വരുന്ന ഗസ്റ്റുകളുണ്ടല്ലോ, വിധികർത്താക്കൾ, ജഡ്ജിമാർ, ഇവരൊക്കെ ഈ കുട്ടിയെ ഏതാണ്ട് പിഞ്ചു കുഞ്ഞിനെ പോലെ ഓമനിച്ച്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ നസ്രിയൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് വന്ന് ചെയ്യുന്ന സമയത്ത് രസമായിരുന്നു. ഓമനത്വം തോന്നുന്നു. ഇതിനോട് ഓമനത്വമൊന്നും തോന്നുന്നില്ല പ്രേക്ഷകരെന്ന നിലയിലാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയൊക്കെ വന്നിരുന്ന് കേരള സർക്കാർ 2599 വീടുകളുടെ പണിയാണ് നടന്നത്, അതിൽ 500 വീടിന്റെ പണി തീർന്നു, ബാക്കിയുള്ള 2099 വീടുകൾ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ, വലിയ വികസനമാണ് സ്കൂൾ തലത്തിൽ ഇവിടെ നടക്കുന്നത്. മക്കള് ശരത്തേട്ടനൊക്കെ അതെ 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 കേരളം മാറുകയാണ്. നോക്ക്, നമ്മൾ താമസിക്കുന്ന കാലഘട്ടം മനസ്സിലാക്കണം. KSRTCയിൽ എത്ര ബസ്സുകളുണ്ടോ, കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളിൽ വരെ പിണറായി വിജയൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച ബസ്സുകളായിട്ടാണ് ഇപ്പോൾ ഓടുന്നത്. ഈ സ്ഥിരമായി KSRTCക്ക് പരസ്യം കൊടുത്തുകൊണ്ടിരുന്ന പരസ്യദാതാക്കളെല്ലാം ഇപ്പോൾ സങ്കടത്തിലാണ്. കാരണം അവരുടെ ഒരു ഒന്ന് ആലോചിക്കണം, കേരള സർക്കാരിൻ്റെ ബസ്സുകളിൽ പരസ്യം ചെയ്യാൻ ഒരുപാട് ഏജൻസികളുണ്ട്. അവരുടെയൊക്കെ വയറ്റത്തടിച്ചുകൊണ്ട് സർക്കാർ നേരിട്ട് പരസ്യം കൊടുത്തിരിക്കുന്നു. KSRTCക്ക് വരുമാനം വന്നു. നാട്ടിലുള്ള സകല ഹോർഡിങ്സുകളും അവരെടുത്തു കഴിഞ്ഞു. മെട്രോ പില്ലറുകളിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ട്, അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. സീരിയലിൽ രമേശ് ചെന്നിത്തല അത് ആക്ഷേപിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് 5 വർഷവും സീരിയൽ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്ന് MP രാജേഷാണോ ശിവൻകുട്ടിയാണോ ആരാളുടെ പ്രതികരണം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആരാണ് കുത്തിയിരുന്ന് വീട്ടിൽ നിന്ന് സീരിയൽ കാണാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇടതുപക്ഷക്കാർ തോറ്റാലും സീരിയൽ കാണാൻ പറ്റില്ല, കാരണം അവർക്ക് ബന്ധു ഹർത്താൽ നടത്താൻ പോണേ, കോൺഗ്രസ്സുകാർ അത് നിർത്തി. അപ്പോൾ പിന്നെ സ്കൂളുകളിൽ പിന്നെ ഇപ്പോൾ ഈ DYFI കൊടുക്കുന്ന പൊതിച്ചോറിൻ്റെ മണ്ടയ്ക്ക് ഈ സ്റ്റിക്കർ
ഒട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ ഒരിക്കൽ നേഷൻ ഫസ്റ്റിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞ് ഈ ആൺകുട്ടികൾ ഒരു ഇടക്കാലത്തൊരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു, ഈ ജോക്കിയുടെ ഷഡ്ഡിയൊക്കെ ഇറങ്ങിയ സമയത്ത്, വലിയ ബാൻഡിൽ ഇൻ്റർവ്യൂ ഇറങ്ങിയ സമയത്ത് ഇത് പുറത്ത് കാണിച്ച് നടക്കുന്നത് ഷോർട്ട് ഷർട്ടും ഈ താത്തിടുന്ന അതിനെന്തായിരുന്നു പറയുക ലോ വെസ്റ്റ് ജീൻസും. അപ്പോൾ ഈ ലോ വെസ്റ്റ് ജീൻസ് ഇടുമ്പോൾ ഷഡ്ഡിയുടെ ബാറ്റ് ഇങ്ങനെ കുത്തും. അപ്പോൾ ഇങ്ങനെ പ്യൂമ, അഡിഡാസ് ഇതിൻ്റെയൊക്കെ സെക്കൻഡ് കോപ്പി ഷഡ്ഡികൾ മേ ബി അതൊക്കെ തമാശയായിട്ട് പറയും. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ട്രെൻഡ് ഒരു കാലത്തുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനകത്ത് കിട്ടുന്ന മനസ്സുഖം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഒന്ന് ഇപ്പോൾ എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഒന്ന് കുനിയുമ്പോൾ തന്നെ ഇത് പുറത്ത് വരുമോ എന്നുള്ള പേടിയോടുകൂടി ഞാൻ ഈ ഉടുപ്പ് പിടിച്ചിട്ടിട്ട് കുനിയുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് കിട്ടുന്ന സുഖം എനിക്കറിയാം. എന്തായാലും ആ ഒരു ട്രെൻഡ് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമുക്ക് അണ്ടർവെയർ ചെറുപ്പക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അണ്ടർവെയറിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പടവും ഒരു ബാൻഡും വെച്ച് ഇറക്കിയാൽ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പം ഒരുപാട് പേര് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു പടം എന്നിട്ട് പിന്നെ എന്തായിരുന്നു അവരുടെ വാചകങ്ങളുണ്ടല്ലോ കുറെ, അത് ഒന്നാമത് പിണറായി സർക്കാരിന്റെ കാലത്ത്. രണ്ടാമത് ഇനി ജെട്ടിക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാധനം നിങ്ങൾക്ക് നല്ല പിന്താങ്ങൽ നൽകിയ പിണറായി സർക്കാർ, അങ്ങനെ കാണാൻ ഒരു സാധനം അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു നിർത്തിയ പിണറായി സർക്കാർ, അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇട്ടിട്ട് ഷഡ്ഡിപ്പുറത്ത് ബ്രാൻഡിങ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ആലോചിക്കുന്നത് ഇത് ഒരു മാധ്യമത്തിലൊക്കെ എത്രയോ മാർഗങ്ങളുണ്ട് PR ചെയ്യാൻ. ഈ നമുക്ക് പണ്ട്, അതായത് ഒരു 10 വർഷം മുമ്പൊക്കെ നമുക്ക് അറിയാവുന്ന PR എന്ന് പറഞ്ഞാൽ PRD ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സാധാരണക്കാർക്ക് അറിയാവുന്ന. ഇപ്പോൾ ഈ PR എന്ന് പറയുന്ന വാക്ക് ഭയങ്കര എന്തായി, ഭയങ്കര പരസ്യമായി നോർമലൈസ്ഡ് ആയി. കേന്ദ്ര സർക്കാരിനെ ഇവർ വിമർശിക്കാൻ എല്ലായിടത്തും നരേന്ദ്രമോദിയുടെ പടം വെക്കുന്നു, PMC വന്നാൽ മോദിയുടെ പടം. ആദ്യമൊക്കെ നമ്മൾ തിയേറ്ററിലൊക്കെ നരേന്ദ്രമോദിയുടെ ആഡ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഈ CPM-കാരാണ്. ഇപ്പൊ അത് ആരാണ് ആഡ് ചെയ്യുന്നത് നമുക്കറിയാം, തിയേറ്ററിൽ പോകുന്നത്. ഇപ്പൊ ഇവർ ആഡ് ചെയ്യുക മാത്രമല്ല, പണ്ട് VS അച്യുതാനന്ദനെ വ്യക്തിയാരാധന നടത്തുന്നു, ജയരാജനെ വ്യക്തിയാരാധന നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഈ പിണറായി പക്ഷക്കാരാണ്. പിണറായി പറഞ്ഞിട്ട് പിണറായിയുടെ പേര് പറഞ്ഞ് തിരുവാതിര കളി, ഇന്നീ നാട് ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്തൊക്കെ ഇപ്പോൾ ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജീവിത എഴുന്നള്ളിപ്പ്. അത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ചൈതന്യം ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ച് അത് പല്ലക്ക് പോലെയുള്ള ഈ പറയപ്പെടുന്ന ഇതിലേക്ക് ആവാഹിച്ച് അതിനെ അലങ്കരിച്ചൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപത്തിൽ ആ ജീവിതയുടെ രൂപത്തിൽ പിന്നെ ഈ ചുവന്ന തുണിയൊക്കെ കെട്ടി അരിവാൾ ചുറ്റുകയും പിണറായി വിജയൻ്റെ പടമൊക്കെ ഒട്ടിച്ച് പാർട്ടി പരിപാടിക്ക് എഴുന്നള്ളിച്ച് ഭയങ്കര വിവാദമൊക്കെ ചെയ്തിരുന്നു. സോ എവിടെയൊക്കെ പരസ്യം ചെയ്യാമോ അവിടെയെല്ലാം പരസ്യം ചെയ്യുക എന്ന ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, ജനങ്ങൾ മണ്ടന്മാരാണോ? അല്ല, ജനങ്ങൾ മണ്ടന്മാർ ശരിക്കും കളിയാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്, ഇത് ആരുടെ ബുദ്ധിയാണ് എന്നുള്ളതാണ്. ഇപ്പം ഇരുണ്ട കാലത്തേക്ക് മടക്കി പോകണ്ട, അങ്ങനത്തെ ഒരു സാധനം. ഇരുണ്ട കാലം ഇനിയും മടങ്ങി വരല്ലേ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രിമാരുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു സംവിധാനം ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഉച്ചക്കഞ്ഞി വിതരണം. അതായത് അനൂപ് ജേക്കബിൻ്റെ കാലത്ത് ഉച്ചക്കഞ്ഞി വിതരണം അതൊരു ഇരുണ്ട കാലമായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എല്ലായിടത്തെയും ആഹാരം മതി. ശരിയാണ്, 10 വർഷക്കാലം കൊണ്ട് സ്കൂളുകളിലെ ആഹാര രീതി മാറി. പക്ഷെ 10 വർഷമാണെന്നേ, 2016 നിന്ന് 2026 ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ 2G ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അന്ന് 2G ഉണ്ടായിരുന്നിരിക്കാം. അവിടെ നമ്മൾ 5Gയുടെയും 6Gയുടെയും കാലഘട്ടത്തിലെത്തി. കാലഘട്ടം എത്രയും മാറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ മേഘ ഇന്ന് ലീവ് എടുത്ത് പോയാലെന്ന് എനിക്ക് മേഘയെ വെച്ചിട്ട് ഇവിടെ വീഡിയോ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മേഘയുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ ഇവിടെ ഇരുത്തി ഓഡിയോ ക്ലിപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഉച്ചക്കഞ്ഞിൽ നിന്ന് 10 വർഷം കൊണ്ട് ചോറിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത്. അത് വലിയ കാര്യമാണോ? അല്ല, സ്വാഭാവിക വികസനം മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസമുണ്ട് ഈ ചണ്ടാള ബാബ എന്ന് പറയുന്ന ആത്മീയാചാര്യൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു സ്കൂളുകളിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ആഹാരം കിട്ടുന്നത് ജയിലിലാണ് അതൊരു വിവാദ പരാമർശം ഉണ്ടായി. അപ്പോൾ ചണ്ടാള ബാബ പറയുന്നത് ഞാൻ സ്കൂളിൽ നിന്നും കഴിച്ചിട്ടുണ്ട്, ജയിലിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കേസുമായി ബന്ധപ്പെട്ട് പുള്ളി ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു ജയിലിലെ ഫുഡ് തന്നെയാണ് നല്ലത്. വറുത്തരച്ച മട്ടൻ കറിയും ചിക്കനും മീനും ബീഫും ഒക്കെ കിട്ടുന്ന, എണ്ണയും സോപ്പും കുളിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം അത് ഈ പറയപ്പെടുന്ന ജയിലാണ്. സ്കൂളിൽ അത്രയും നല്ല ആഹാരം കിട്ടുന്നില്ല. ജയിലിൽ ബിരിയാണി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടല്ല, ആ റേഷനറി തന്നെ വെച്ചിട്ട് ബിരിയാണി വെക്കാനാണ് പറഞ്ഞത്. സ്കൂളിൽ ശരിയാണ്, സ്കൂളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇരുണ്ട കാലഘട്ടം
ജേക്കബിൻ്റെ കാലഘട്ടത്തിൽ ഉച്ചക്കഞ്ഞിയായിരുന്നു. ആ ഉച്ചക്കഞ്ഞി കൃത്യമായി കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കിയിരുന്നു. ഉച്ചക്കഞ്ഞിയെക്കുറിച്ച് പരാതി വന്നിട്ട് മന്ത്രി നേരിട്ട് പോയി ഉച്ചക്കഞ്ഞി കുടിച്ചു നോക്കിയിട്ടുണ്ട് കുട്ടികളോടൊപ്പം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ആ കാലഘട്ടം. 2, പാഠപുസ്തകങ്ങൾ വൈകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, 2026 പ്രിന്റിംഗ് ടെക്നോളജികളൊക്കെ എത്ര മാറി. പ്രിന്റിംഗ് ടെക്നോളജികളൊക്കെ എത്ര മാറി. പണ്ട് നമ്മളൊരു പുസ്തകം പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഡിജിറ്റലൈസേഷൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നു. 10 വർഷം കൊണ്ട് മെഷീൻസും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റഡായി. പൊതുവേ ഈ പറയപ്പെടുന്ന 2016 എന്നൊക്കെ പറയുന്നത് പ്രിന്റിന് വലിയ എന്താ പറയുക സാധ്യതകൾ ഉണ്ടായിരുന്ന, വലിയ തിരക്കുണ്ടായിരുന്ന, ഡിമാൻഡ് ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. 2026 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടമല്ല. പ്രിന്റ് മേഖല വളരെ ശോഷിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അപ്ഡേറ്റഡ് ആയി നിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഇത് പ്രിന്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. 10 വർഷം കൊണ്ടുള്ള മാറ്റമാണ്. അത് ലോകം മുഴുവനുള്ള മാറ്റമാണ്, ഇവരുടെ മാറ്റമല്ല. ഇനി ഇവർ പറയുന്നുണ്ട് ആരോഗ്യമേഖലയിൽ നിങ്ങൾ എന്ത് കോപ്പാണ് കാണിച്ചത്, ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ആരോഗ്യമേഖലയിൽ 2016 എത്രയോ മികച്ചതായിരുന്നു, പറയാതിരിക്കാൻ സാധിക്കില്ല. 2016 ഏതെങ്കിലും 9 വയസ്സുകാരി കുഞ്ഞിൻ്റെ കൈമുറിച്ച് വാർത്ത ആരോഗ്യമേഖലയിൽ കേട്ടിട്ടുണ്ടോ? കെട്ടിടം ഇടിഞ്ഞു സ്ത്രീ മരിച്ച വാർത്ത ആ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു മനുഷ്യൻ ചികിത്സ തേടി വന്നിട്ട് 6 ദിവസം കിടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അന്ന് കേട്ട മറ്റൊരു വാർത്തയുണ്ട്, കയ്യിൽ 10 പൈസ ഇല്ലെങ്കിലും അങ്ങ് ചെന്നിട്ട് അവിടെ ഒരു കാരുണ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടർ തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്താൽ മതി. 2 ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാലഘട്ടം ആരോഗ്യമേഖലയിൽ ഉണ്ടായിരുന്നു. അതാണോ ഇരുണ്ട കാലഘട്ടം? ഇതാണോ ഇരുണ്ട കാലഘട്ടം? കൃത്യമായി ചോദിക്കുകയാണ്. പിന്നെ ഇവർ പറയുന്നത് ലോഡ് ഷെഡിങ്, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നേ. വൈദ്യുതി നിയന്ത്രണത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വൈദ്യുതി ചാർജ് കുറച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുട്ടി വാർത്തയല്ലേ കേട്ടിട്ടു? ആര്യാൻ മുഹമ്മദിൻ്റെ കാലത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കണ്ട വൈദ്യുതി ചാർജ് നിലവിലുള്ളതിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ അന്നും ഇന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരെന്ത് ചെയ്തിട്ടാണ് ബ്രാൻഡ് ചെയ്യാൻ പറ്റുക? ഇവരെന്താണ് ഇപ്പോൾ മാറ്റം കാണാം. എവിടെയാണ് മാറ്റം കാണുന്നത്? മാറ്റം ഉണ്ടാക്കി വെച്ചവർ കടന്നുപോയ 10 വർഷങ്ങൾക്കിപ്പുറവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇറങ്ങി പോകുമ്പോൾ മെട്രോയുടെ പണി ഏകദേശം തീർത്തിട്ടാണ് പോയത്. അതിൻ്റെ 2 റീച്ചിൻ്റെ പണി ഇതുവരെ പകുതി പോലും ആയിട്ടില്ല. ഈ അടുത്ത സമയത്താണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇവർ പറയുന്നത് യുവാക്കൾക്ക് വേണ്ടി ഇവരെന്തൊക്കെ എത്രയോ യുവാക്കളാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയത്. കാനഡയിലും ഈ പറയപ്പെടുന്ന ഓസ്ട്രേലിയയിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, അന്ന് ഗൾഫായിരുന്നെങ്കിൽ ഇന്ന് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് ആ രാജ്യത്ത് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരുടെ പെരുപ്പം കൊണ്ട്. അപ്പോൾ ഈ കേരളം അത്ര വലിയ സംസ്ഥാനമാണെങ്കിൽ ഇവരെ പിടിച്ചു നിർത്താൻ ഇവിടെ എന്തെങ്കിലും ചെയ്തോ? ഇവിടുത്തെ മാൻപവർ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ചെയ്തോ? ഈ നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ ബുദ്ധിപരമായ കഴിവുകളുള്ള വൈഭവമുള്ള കുട്ടികളെ, യുവാക്കളെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ നാട് പോയില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് 10 വർഷം കൊണ്ടുണ്ടായ മാറ്റത്തെ അംഗീകരിക്കുന്നു. പിണറായി വിജയൻ സർക്കാർ 10 വർഷം വെറുതെ ഇരുന്നു എന്ന് ഞാൻ പറയില്ല കേട്ടോ. അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിനാണെന്നേ നിങ്ങൾ ഈ 10 വർഷം മുമ്പുള്ള PR ടെക്നിക്കുകൾ ഇങ്ങനെ എടുത്തു വെച്ച് കളിച്ച് വെറും സ്വയം നാറാൻ നിൽക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ പലരുടെ കുത്തി നാറ്റിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലേക്കാണ് ഈ ഇടതുപക്ഷ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ പിണറായി വിജയൻ്റെ പടം വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി മാത്രമാണോ ഈ കേരളം ഭരിക്കുന്നത്? ബാക്കി മന്ത്രിമാർക്ക് എന്താണ് ഇവിടെ റോളുള്ളത്? നിങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം കൊടുക്കണം, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം കൊടുക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ആരോഗ്യവകുപ്പ് വന്നിട്ട് പടം വെക്കാത്തത്? നിങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ടൊരു പരസ്യം കൊടുക്കുന്നു, എന്തുകൊണ്ട് മുഹമ്മദ് റിയാസിൻ്റെ പടം വെക്കുന്നില്ല? ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടൊരു സാധനം വെക്കുന്നു, എന്തുകൊണ്ട് KB ഗണേഷ് കുമാറിൻ്റെ പടം വെക്കുന്നില്ല? ഞാൻ ചോദിക്കുകയാണ്. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സാധനം വെക്കുന്നത്, എന്തുകൊണ്ട് P പ്രസാദിൻ്റെ പടം വെക്കുന്നില്ല? വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പരസ്യം കൊടുക്കുന്നു, എന്തുകൊണ്ട് കൃഷ്ണൻകുട്ടിയുടെ പടം വെക്കുന്നില്ല? എല്ലാം ഒറ്റയ്ക്ക് മതിയോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ ഭരിക്കുന്നത്? നിങ്ങൾ CPM മാത്രമാണോ ഇടതുപക്ഷ മുന്നണിയിലുള്ളത്? എന്താ CPI ഇല്ലേ? CPIക്ക് നേതാക്കന്മാരില്ലേ? ചോദിക്കാതിരിക്കാൻ പറ്റുമോ? എത്രയോ ഘടകകക്ഷികളുണ്ട് നിങ്ങൾക്ക്. ഈ പുള്ളി ഒറ്റയ്ക്കാണോ ഇത് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതോ ഈ പുള്ളി മറ്റേ ധർമ്മടത്തെ വീട്ടിൽ നിന്നുകൊണ്ടിരുന്ന പണം കൊണ്ടാണോ ഇത് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോദിക്കാൻ പുള്ളി ബ്രാൻഡ് ചെയ്യാണ്, സ്വയം ബ്രാൻഡ് ചെയ്യാണ്. പിണറായി വിജയൻ്റെ ബ്രാൻഡ് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. നല്ല ബ്രാൻഡ് ഉണ്ട്. അത് ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് നശിപ്പിക്കല്ലേ. നിങ്ങൾ ഒരിക്കൽ LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട KPCയിലുള്ള ഇന്നസെൻറ്റിനെയും വേഷം കെട്ടിച്ചിട്ടില്ലേ? ആ വേഷം കെട്ടലിൻ്റെ അവസാനം എന്തായി? മരണത്തിന് ശേഷം അവർ ട്രോൾ മെറ്റീരിയൽ ആക്കി വെച്ചില്ലേ? മലയാള മനസ്സുകളിൽ എത്രത്തോളം വലിയ ഇടമുണ്ടായിരുന്ന, ഒരു നെഗറ്റീവും പറയാനില്ലാത്ത 2 പേരാണ്. ഈ CPM അല്ലേ ഇവരെ 2 പേരെ നശിപ്പിച്ചേ? അവസാന നിമിഷം, അവരുടെ കാലഘട്ടത്തിൻ്റെ അവസാന നിമിഷം ഇവരെ കോലം കെട്ടിച്ചില്ലേ? ഇന്നസെൻ്റ് CPMൻ്റെ MP ആയപ്പോൾ പോലും ഒരു കോൺഗ്രസ്സുകാരനോ BJP-കാരനോ അയാളുടെ എതിർപ്പുണ്ടായിരുന്നില്ല. കാരണം അയാൾ ജീവിച്ചപ്പോൾ അങ്ങനെയാണ് അതിനെയൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവരെ ട്രോൾ മെറ്റീരിയലാക്കി ഇട്ടുകൊടുത്തില്ലേ നിങ്ങൾ? ആരാണ് ഇതിനൊക്കെ സമാധാനം പറയാൻ പോകുന്നത്? ഇതിൻ്റെ കോടികൾ ഈ ഖജനാവിൽ നിന്നല്ലേ എടുത്തൊഴുക്കുന്നത് അല്ലേ? KSRTCയിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് പരസ്യം കൊടുത്തേ പറ്റൂ. KSRTCക്ക് കാശ് കൊടുത്തേ പറ്റൂ. കൊടുക്കത്തില്ല എനിക്കറിയില്ല. നിങ്ങൾ ശബരിമലയെ പോലും PR തന്ത്രമാക്കിയില്ലേ? ശബരിമല നിങ്ങളുടെ ആഗോള അയ്യപ്പ സംഘം നടത്തിയപ്പോൾ അതിൻ്റെ അയ്യപ്പൻ്റെ പടം ഉണ്ടായിരുന്നു. ചോദിക്കാണ്, അയ്യപ്പൻ്റെ പടമില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പടമാണ് ആഗോള അയ്യപ്പ സംഗമം, ഒരു കുഞ്ഞു ലോഗോ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് കേരളമല്ലേ?
ഇത് കേരളമല്ലേ, തമിഴ്നാടാണോ, നിങ്ങളുടെ കുറേ പടങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ. തമിഴ്നാട്ടിൽ പോലും എത്രയോ മാന്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു നേതാവിൻ്റെ പടം വലുതായിട്ട് വെച്ചാൽ അണികളുടെ 120 പേരുടെ പടം ചെറുതാക്കി വെക്കും. മഞ്ഞയും ചുവപ്പൊക്കെ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അവിടെ മറ്റേ കുഞ്ഞിൻ്റെ കാതുകുത്ത്, കുഞ്ഞ് ജനിച്ചാൽ ഗർഭിണി, അവിടെ തുടങ്ങാം. ഗർഭിണിയായാൽ ഈ മറ്റേ വളക്കാപ്പ്, വൈറ്റുപൊങ്കാല നമ്മുടെ നാട്ടിൽ പറയുന്നത്, ഇതിന് ഫ്ലെക്സ് വെക്കും. ഗർഭിണിയാകുമ്പോൾ ഫ്ലെക്സ് വെക്കും. വളക്കാപ്പിന് ഇതൊരു കല്യാണമതിലെ അത് സർക്കിൾ ആയതുകൊണ്ട് എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇല്ല മാങ്ങയാന്നോ മാങ്ങാണ്ടി ആദ്യം ഉണ്ട്, എവിടെ ഫ്ലെക്സ് ആദ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ പടം വെച്ച് ഫ്ലെക്സ് വെക്കും. കുഞ്ഞിൻ്റെ കാതുകുത്ത്, ചരടുകെട്ട് കാതുകുത്ത്, പേരിടിയിൽ കാതുകുത്താണ് വലുത്. കാതുകുത്തിൽ മറ്റേടത്തൊക്കെ അച്ഛനും അമ്മയാണെങ്കിൽ കാതുകുത്താകുമ്പോൾ അമ്മാവനാണ്. അവിടെ നിന്ന് ഈ കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ വെക്കും. അത് രസം എന്ന് വെച്ചാൽ ഇപ്പൊ വിജയുടെ ഇഷ്ടക്കാരനാണെങ്കിൽ വിജയുടെ പടം കാണും, സ്റ്റാലിൻ്റെ ഇഷ്ടക്കാരനാണെങ്കിൽ സിനിമാക്കാരനോ രാഷ്ട്രീയ അവരുടെ പടമൊക്കെ വെച്ചിട്ടാണ് വെക്കുക. അങ്ങനെ അങ്ങോട്ട് ആ കൊച്ചിൻ്റെ കല്യാണം വരെ. പിന്നെ ഇത് തുടരുക. കൊച്ചു ഗർഭിണിയാവുമ്പോൾ അത് ഇങ്ങനെ ലൂപ്പ, ആ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ്. മരണത്തിൻ്റെ ഒക്കെ പോസ്റ്റർ നമ്മൾ വിചാരിക്കും കല്യാണമാകും. അപ്പം ഇതേ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? PR എല്ലാവരും ചെയ്യും. ഇവരെന്ത് പറഞ്ഞാലും പറയാനൊരു പേരുണ്ട്, കനകോലു. അവിടെ കനകോലു വന്ന് UDF വർക്ക് ചെയ്യുന്നത് പരസ്യമായ രഹസ്യമല്ല, അത് പരസ്യം തന്നെയാണ്. നിങ്ങൾക്ക് പറയാൻ പേരുള്ള ഒരാളെ പോലും കിട്ടാത്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ CPI കൊണ്ടുവന്നിട്ടുണ്ട് ടീമിനെ. CPIയുടെ PR ഡൽഹി ബേസ്ഡ് ഒരു ഏജൻസി ഏൽപ്പിച്ചേക്കാണ്. CPM ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ CPM ഒരാളാണോ? CPM MP നികേഷ് കുമാർ എന്ന് പറയുന്നത് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനല്ലേ നിങ്ങളുടെ PR-ന്റെ ക്യാപ്റ്റൻ അല്ലേ? അപ്പം അതിനെ UDF PR ചെയ്യുന്നത് എങ്ങനെയാണ്? ഇയാള് മറ്റേ അച്ഛനും ഉപദ്രവിച്ചെന്റെ പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നികേഷ് സാറ് നല്ല മാധ്യമ പ്രവർത്തകനായിരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നികേഷ് സാറിന് ഈ നവയുഗ ട്രെൻഡ് അറിയില്ല. അറിയാൻ പറ്റുന്ന റിപ്പോർട്ടർ TV ഒന്നും തകർന്നു പോകില്ലായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ യൂത്തിന്റെ പൾസ് അറിയൂ. ഇത് വല്യപ്പൻ നയങ്ങളാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വല്യപ്പൻ നയങ്ങൾ. നിങ്ങൾ ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ബാറിന്റെ സമയം കൂട്ടാൻ പോവാ, പൈസ കിട്ടിയിട്ടായിരിക്കും, പൈസ മേടിച്ചിട്ടായിരിക്കും. അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ അമൃത TVയുടെ പ്രൊഡ്യൂസറോടാണ്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുത്. ആ പാവം കൊച്ചു പാർവതി കുറച്ച് പൂക്കി ഇന്റർവ്യൂവും പൂക്കി മറ്റേ അവതാരണമൊക്കെ നടന്നതാണ്. ആ കൊച്ചിനെ കൊണ്ട് 2946 സ്കൂളുകളിൽ 500 വീടുകളാണ് പിണറായി സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. സ്കൂളുകൾ. എൻ്റെ പൊന്നു മക്കളെ, ഇത് കേരളമല്ലേ, നമുക്ക് മനസ്സിലാവില്ലേ? ഇത് കണ്ട് പുളകം കൊള്ളാനും രോമാഞ്ചം ഉണ്ടാകാനും എല്ലാവരും അന്തം കമ്പികളാണോ? അല്ല. ആ കൊച്ചിനെ ഞാനൊന്നും പറയില്ല. കൊടുത്ത പണി ആ കുട്ടി വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്.